നമസ്കാരം. കേരളത്തിൽ സ്വർണ്ണവില ഉയർന്നിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വില കുറയുന്നതായിരുന്നു ട്രെൻഡ്. 74,320 രൂപ വരെ പവൻ വില ഉയർന്ന ശേഷമായിരുന്നു ഇടിഞ്ഞത്. എന്നാൽ വില വീണ്ടും കൂടിയിരിക്കുകയാണ് ചെയ്തത്. സ്വർണ്ണവില കേരളത്തിൽ പവന് 71,840 രൂപയാണിപ്പോൾ. 320 രൂപയാണ് ഏപ്രിൽ മാസം 29-ാം തീയതി കൂടിയിരിക്കുന്നത്. ഗ്രാമിന് 40 രൂപ കൂടി 8,980 രൂപയായിട്ടുണ്ട്. അതേസമയം 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 7,395 രൂപയായി ഉയർന്നു. വെള്ളിയുടെ വിലയിൽ മാറ്റമില്ല, ഗ്രാമിന് 109 രൂപ തന്നെയാണ്. അതേസമയം ആഗോള വിപണിയിൽ തിങ്കളാഴ്ച രാവിലെ സ്വർണ്ണവില താഴ്ന്നുവെങ്കിലും വൈകിട്ടോടെ ട്രെൻഡ് കാണിച്ചിരുന്നു. ഇതാണ് കേരളത്തിൽ വില കൂടാനുള്ള കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം അന്തർദേശീയ വിപണിയിൽ സ്വർണ്ണവില കുറയുകയാണ് ചെയ്തത്. അന്തർദേശീയ വിപണിയിൽ വില കുറയുമ്പോൾ കേരളത്തിലും കുറയേണ്ടതാണ്. അമേരിക്കൻ കറൻസിയായ ഡോളർ കരുത്ത് കുറഞ്ഞു വരികയാണ്. ഡോളർ നിക്ഷേപം നഷ്ടമുള്ള കാര്യമായി മാറുന്നത് സമ്പന്നരിൽ ആശങ്കയും സൃഷ്ടിക്കുന്നുണ്ട്. ഡോളർ വിട്ട സ്വർണം സംഭരിക്കുന്ന രീതിയിലേക്ക് എല്ലാ രാജ്യങ്ങളും നിക്ഷേപകരും മാറുന്നതാണ് സ്വർണ്ണവില മുന്നേറാൻ കാരണം. ചൈനയും ഇന്ത്യയും തുർക്കിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്വർണം വലിയ തോതിൽ ശേഖരിക്കുന്നുണ്ട്. ആഗോള വിപണിയിൽ ഔൺസ് സ്വർണത്തിന് $3,312 പുതിയ നിരക്ക്. കഴിഞ്ഞ ദിവസം 3,332 രൂപ വരെ ഉയർന്ന ശേഷമാണ് താഴ്ന്നത്. ഇന്ന് ഔൺസ് വില കുറയുകയാണെങ്കിൽ നാളെ കേരളത്തിൽ വില താഴും. നാളെയാണ് അക്ഷയ തൃതീയ വരുന്നത്. ഈ ദിവസം സ്വർണ്ണ വിൽപ്പന കൂടുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികളും. അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങുന്നത് സമൃദ്ധി വർദ്ധിപ്പിക്കും എന്നാണ് വിശ്വാസം. കഴിഞ്ഞ വർഷം മെയ് 10-നായിരുന്നു അക്ഷയ തൃതീയ. അന്ന് 1,200 കോടി രൂപയുടെ വിൽപ്പന കേരളത്തിൽ നിന്ന് മാത്രം നടന്നിരുന്നു. ഇത്തവണ 1,500 കോടി രൂപയുടെ സ്വർണ്ണ വ്യാപാരമാണ് ജ്വല്ലറി ഉടമകൾ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും ലാഭമുള്ള നിക്ഷേപമാണ് സ്വർണം എന്നാണ് ജ്വല്ലറി വ്യാപാരികൾ പറയുന്നത്. 2022 അക്ഷയ തൃതീയ ദിവസം ഗ്രാം വില 4,740 രൂപയായിരുന്നു. 2023 5,575 രൂപയായി. ഇത് 2024 6,700 ഇപ്പോഴിതാ സ്വർണ്ണവില 8,000 കടന്ന് കുതിക്കുകയാണ്. ഇപ്പോൾ ഒരു പവൻ സ്വർണം വാങ്ങുന്നവർക്ക് ഏതാണ്ട് 80,000 രൂപയോളമാണ് ചെലവായി വരുന്നത്. വിവാഹ ആവശ്യത്തിനും മറ്റുമായി പണിക്കൂലി അടക്കം വരുമ്പോൾ ഈ ഒരു പറഞ്ഞ സംഖ്യയും കവിയുന്നതാണ്. പഴയ സ്വർണം വിൽക്കുന്നവർക്ക് 70,000 രൂപയ്ക്ക് അടുത്ത് പണം ലഭിക്കുന്നതാണ്. ആഭരണം വാങ്ങുന്നവർ കൂടുതലായി 18 ക്യാരറ്റിനെ കൂടുതലായി ആശ്രയിക്കുന്നുണ്ട് എന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഈ സ്വർണം ഒരു പവൻ ആഭരണം വാങ്ങുമ്പോൾ 65,000 രൂപ വരെയാണ് ചെലവ് വരുന്നത്. ചില ഉപഭോക്താക്കൾ 14 ക്യാരറ്റ് സ്വർണവും വാങ്ങുന്നുണ്ട്. സ്വർണം നിക്ഷേപമായി മാത്രം കാണുന്നവർക്ക് നല്ലത് 24 ക്യാരറ്റാണ്. ഇതിൽ മറ്റ് ലോഹങ്ങളുടെ അംശം ഉണ്ടാകില്ല. മാത്രമല്ല വിൽക്കുന്ന വേളയിൽ മാർക്കറ്റ് വിലയിൽ നിന്ന് വലിയ നഷ്ടമില്ലാതെ ലഭിക്കുകയും ചെയ്യും. അതേസമയം 22 ക്യാരറ്റ് ആഭരണങ്ങളാണ് ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും സ്വർണ്ണ വായ്പ നൽകുന്നതിന് സ്വീകരിക്കുക. മറ്റ് ക്യാരറ്റുകൾ സ്വീകരിക്കാറില്ല. അതുകൊണ്ട് തന്നെ 22 ക്യാരറ്റ് ആഭരണങ്ങൾക്കാണ് എപ്പോഴും വലിയ ഡിമാൻഡ് ഉള്ളത് കേരളത്തിൽ നിന്ന്. 22 ക്യാരറ്റ് സ്വർണത്തിൽ ചെമ്പ് കൂടി അടങ്ങിയിട്ടുണ്ടാകും. 18 ക്യാരറ്റിൽ 75:25 അനുപാതത്തിലാണ് സ്വർണവും ചെമ്പും ഉള്ളത്. 14 ക്യാരറ്റിൽ 52:48 അനുപാതത്തിലും. വില കൂടിയ സാഹചര്യത്തിലാണ് മറ്റ് താഴ്ന്ന ക്യാരറ്റുകൾക്ക് പ്രിയം ഏറിയത്. ഈ സാഹചര്യത്തിൽ 14 ക്യാരറ്റുകളിലെ ആഭരണങ്ങൾ ജ്വല്ലറികളിൽ കൂടുതലായി എത്തിയിട്ടുണ്ട്. ഡോളർ കരുത്ത് വർദ്ധിപ്പിച്ചാൽ മാത്രമാകും സ്വർണ്ണവില ഇനി താഴുക, അല്ലെങ്കിൽ വൻതോതിൽ വിറ്റഴിക്കൽ നടക്കേണ്ടതായി ഉണ്ട്.